ഒരുപാട് ആഗ്രഹിച്ചവർക്ക് ഒന്നും കിട്ടണം എന്നില്ല. പക്ഷേ ഒരു കാര്യം തന്നെ ഒരുപാട് നാൾ ആഗ്രഹിച്ച ആളുകൾക്ക് അത് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. മക്കളെ, നിങ്ങൾക്കറിയാം, വരാൻ പോകുന്ന JEE അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ, അതായത് മെയ് 26 നടക്കാൻ പോകുന്ന ഈ JEE അഡ്വാൻസ്ഡ് എക്സാമിനേഷന് നിങ്ങളെല്ലാം ഓൾറെഡി സെറ്റായിട്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. എല്ലാ സബ്ജക്റ്റുകളും അതിൻ്റേതായ ഇമ്പോർട്ടൻസോടുകൂടി പഠിച്ചവരാണ്. ഇനി നമ്മൾക്കുള്ള ആകെ ഈ ഒരു 6 ദിവസം എന്ന് പറയുന്നത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിക്കുക, പുറമേയുള്ള കോണ്ടാക്റ്റുകൾ നല്ല രീതിയിൽ ഒഴിവാക്കുക. കാരണം നമുക്ക് ചെറിയ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ കൊണ്ട് നടന്ന ആ ഒരു ആഗ്രഹം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും. നമ്മൾ മെൻ്റലി ഡൗൺ ആവും. അതുകൊണ്ട് കൂടുതൽ പുറത്തേക്കുള്ള ഇൻട്രാക്ഷൻസ് ഒഴിവാക്കുക. പിന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. നിങ്ങൾ ഇനിയുള്ള 6 ദിവസങ്ങളിൽ മനസ്സിൽ വിചാരിക്കേണ്ട കാര്യം, നിങ്ങൾ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ പേര് ന്യൂസ് ചാനലിൽ വരുന്നു, നിങ്ങളുടെ ഫോട്ടോ പത്രത്തിൽ അടിച്ചു വരുന്നു, നിങ്ങളുടെ പേരൻസ് ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരോടും വിളിച്ച് വിശേഷങ്ങൾ പറയുന്നു, ബ്രില്യൻറ്റിൽ നിന്ന് ഡയറക്ടേഴ്സും നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് നിങ്ങളെ കാണാൻ വരുന്നു, നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടുന്നു, നിങ്ങൾ ഭയങ്കര സെലിബ്രിറ്റി ആയിട്ട് മാറുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ആലോചിക്കുക. ഇങ്ങനെ ആയിരിക്കും എനിക്ക് റിസൾട്ട് വരുമ്പം. അങ്ങനെ പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി മാത്രം ഇരിക്കുക. പിന്നെ നമ്മൾ എത്ര പറഞ്ഞാലും നിങ്ങൾക്കറിയാം, നമ്മളുടെ ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. അത് ഈ എക്സാം ഹോളിൽ കയറിയിരിക്കുന്ന ആ സമയത്ത് പോലും നമുക്ക് ടെൻഷൻ ഉണ്ടായിരിക്കും. ടെൻഷൻ ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ടിരിക്കുക എന്ന് നമുക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കറിയാം, മനുഷ്യരായി പിറന്ന ആളുകൾക്ക് ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ്. നമ്മളുടെ ഒരു ദിവസത്തിൽ മിക്ക സമയത്തും നമുക്ക് ടെൻഷൻ, ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോഴുള്ള ടെൻഷൻ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ടെൻഷൻ എന്ന് പറയുന്നത് ഈ എക്സാം എങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്യാം. എല്ലാവർക്കും ആ ടെൻഷനുണ്ട്. പക്ഷേ ആ ടെൻഷനെ ഓവർകം ചെയ്യുന്നതിലാണ് നമ്മളുടെ മിടുക്ക്. അപ്പോൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പം കുറച്ച് കൂളായിട്ടിരിക്കാൻ ട്രൈ ചെയ്യുക. മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. വരാൻ പോകുന്ന റിസൾട്ട് മാത്രം ആലോചിക്കുക. പിന്നെ പണ്ട് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, കെമിസ്ട്രി സാധാരണ IIT സ്റ്റുഡൻസ് വലിയ കാര്യമായിട്ട് പഠിക്കത്തില്ല. പക്ഷേ ബ്രില്യൻറ്റിലെ കുട്ടികൾക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞ് നിങ്ങൾ കെമിസ്ട്രിയെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റേതായ മാറ്റങ്ങൾ കെമിസ്ട്രിയിലെ മാർക്കിലും ഈ അഡ്മിഷൻ്റെ റേറ്റിലും നല്ല രീതിയിൽ കണ്ടുവരുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനിയുള്ള 6 ദിവസങ്ങളിൽ നിങ്ങളോട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറയുന്നതിൽ എനിക്ക് അർത്ഥമില്ല. അങ്ങനെ ഒരു സെൻറ്റൻസിൽ മീനിങ് ഇല്ലയെന്ന് എനിക്കറിയാം. നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയല്ല വേണ്ടത്, പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും, ഇതിങ്ങനെ ഓർത്ത് വെക്കണം, അതൊക്കെ ഓർത്തെടുക്കാൻ ട്രൈ ചെയ്യുക. പിന്നെ നല്ല പോസിറ്റീവായിട്ടിരിക്കുക, വളരെ ചിരിച്ച് നല്ലതായിട്ട് സന്തോഷമായിട്ടിരിക്കുക, ആരോടും ദേഷ്യപ്പെടാതെ നല്ല രീതിയിൽ നമ്മളുടെ മനസ്സ് കീപ്പ് ചെയ്യുക. നിങ്ങളെ കാത്തിരിക്കുന്ന വളരെ നല്ലൊരു വിജയമായിരിക്കും. സോ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാ എൻറ്റയർ ക്രൂ മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. ഈ ഒരു 6 ദിവസം എന്ന് പറയുന്നത് സബ്ജക്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും. നിങ്ങളെല്ലാവരെയും തന്നെ ഞങ്ങൾ നേരിട്ട് കാണും. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഞങ്ങൾ കാണുന്നത് നിങ്ങളുടെ ചിരിച്ച സന്തോഷത്തോടു കൂടിയുള്ള മുഖമായിരിക്കും. വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു മുഖമായിരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതങ്ങനെ തന്നെ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളുമായിട്ട് തൽക്കാലത്തേക്ക് ഞാൻ വിടവാങ്ങുകയാണ്. ഇനിയും നമുക്ക് നേരിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.